2 ദിവസം മുമ്പ് നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് അദ്ദേഹം സഭയിൽ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി. ഈ വെളിപ്പെടുത്തൽ ഇവിടെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ മാപ്രകൾ ചർച്ച ചെയ്തോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. വൈകുന്നേരം ചാനൽ പെട്ടിക്കടകൾ തുറന്നു വെച്ചുകൊണ്ട് ഘോരം പല കാര്യങ്ങളും പറയുന്ന ഇവിടെയുള്ള മാപ്രകൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്തില്ല? അതായത് ബാലസോർ ട്രെയിൻ അപകടത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബാലസോർ ട്രെയിൻ അപകടം ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. 300ഓളം പേർക്കാണ് ഈ ബാലസോർ ട്രെയിൻ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബാലസോർ ട്രെയിൻ അപകടത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ്, അതായത് നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് നടത്തിയത്. 2023 ഈ ട്രെയിൻ കൊളീഷൻ ഇവിടെയുള്ള മാധ്യമങ്ങൾ അങ്ങേയറ്റം ആഘോഷിച്ചതാണ്. ഈ ട്രെയിൻ കൊളീഷൻ അതൊരു തീവ്രവാദ ആക്രമണമായിരുന്നു എന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. ഇത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അതായത് ബാലസോർ ട്രെയിൻ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് പേരുകൾ ഉയർന്നു വന്നു. കുറ്റപത്രത്തിൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഞാൻ ആ പ്രതികളുടെ പേരുകൾ പറയുന്നില്ല എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ അതിനെ വർഗീയത എന്ന് പറയുമെന്ന് പ്രതിപക്ഷത്തെ നോക്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആധികാരികതയോടെ അതിലേറെ ഉത്തരവാദിത്വത്തോടെ ഈ ഞെട്ടിക്കുന്ന വിവരം രാജ്യത്തെ പാർലമെന്റിനോട് പറഞ്ഞത് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ്. 300 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു ട്രെയിൻ ആക്സിഡന്റ് ഒരു തീവ്രവാദ ആക്രമണമായിരുന്നു, ഒരു അട്ടിമറിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതിലെ ചില പേരുകൾ അത് തീവ്രവാദ ബന്ധമുള്ള പേരുകളായിരുന്നു. ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെയുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ അതിൻ്റെ അർത്ഥം ചികഞ്ഞു പോയിട്ടുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താടി വളർന്നാൽ പോലും ആ താടി വളരുന്നതിൽ 100,000 അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു വരുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. മീഡിയ 1 പോലും ഈ സാഹചര്യത്തിൽ കണ്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.